സർ ടോം എത്തി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പ്രോജക്റ്റ് ടീം ലീഡറിന് ഹാൻഡിൽ ചെയ്യാമല്ലോ. സർ ഒരു മിനിറ്റ്, ടീം ലീഡർ വാങ്ങിച്ചോളൂ. സാർ ഞാനല്ലേ ടീം ലീഡർ? അതൊക്കെ ഇന്നലെ തന്നെ മാറിയ മേയ. നിന്നോട് ഞാൻ ചോദിച്ചില്ല. എന്നെ ചോദിച്ചോളൂ, മറുപടി. സാർ ഇന്നലെ നമ്മൾ സാർ ഡിസൈഡ് ചെയ്തതല്ലേ, പിന്നെ എന്താ സംഭവിച്ചത്? അല്ല അമ്മയെ, ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ശ്രീനി സാറാണ്. സാറ് ഇങ്ങനെ പറഞ്ഞു പഴയ ടി എൽ തന്നെ മതിയാണ്. സാർ ഉറപ്പാണ്? തരാതരം മാറ്റി എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ പുതിയ പ്രോജക്റ്റ്. 2 ആഴ്ച സമയം കിട്ടിയിട്ടുണ്ട്. സമയം എടുത്ത് നല്ല വൃത്തിയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ ബോസ്. സാർ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഉഴപ്പാണ്. ഞാൻ എന്തായാലും ടൈമിന്റെ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കും. സാർ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാമല്ലോ. പിന്നെ അറിയാലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രോജക്റ്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലാതെ പ്രോജക്റ്റിന് ഇടയ്ക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാനും ക്യാബിനിലിരുന്ന് വട്ടം കൂടി വർത്താനം പറയാനും ഒരുമിച്ച് ആവശ്യമില്ലാതെ പുറത്തു പോകാനും അങ്ങനത്തെ പരിപാടി ഞാൻ സമ്മതിക്കില്ല കേട്ടോ. സാർ ഇവിടെ അങ്ങനെ ആരും വെറുതെ സംസാരിച്ചിരിക്കാനോ ക്യാനിൽ പോയി വർത്തമാനം പറയാനോ പോയിട്ടില്ല. സാറിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ. അതിന് ഞാൻ ജെസ്സിയുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. പൊതുവായിട്ടൊരു പൊതുകാര്യം പറഞ്ഞേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. സാറേ നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ കഴിഞ്ഞ ഓണത്തെ പോലെ പ്രോജക്റ്റിന് ഇടയിൽ കിടന്ന് അടിയുണ്ടാക്കാനും ബഹളം വയ്ക്കാനും ആ പരിപാടി ഒന്നും ഞാൻ സമ്മതിക്കില്ല. പുറമെ ഞാനിത്തിരി സൗമ്യനായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാൽ ഞാൻ പുലിയോ കേട്ടല്ല. നമുക്ക് അറിഞ്ഞൂടി ഇത് ബോസ് പുലിയാണ്.